ഇന്ന് മോർണിംഗ് എഴുന്നേറ്റിട്ട് അപ്പം തന്നെ പഠിക്കാനിരിക്കാനൊന്നും പറ്റിയില്ല. ഹസ്ബൻഡിന് നേരത്തെ പോകണം എന്നുള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനിരുന്നപ്പോൾ കുറച്ച് ലേറ്റായി. ഒരു 6:30 ആയി പിന്നെ പഠിക്കാനിരുന്നപ്പോൾ. കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ വിളിച്ചില്ല. കാരണം അവരെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പഠനം നടക്കില്ല. അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചും പിടിച്ചും ബഹളമൊക്കെ ആയിട്ട് അവരുടെ പിന്നാലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ മാക്സിമം ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പഠിക്കാനിരുന്നു. പിന്നെ കറണ്ട് അഫെയർസ് എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് റിവൈസ് ചെയ്തു. പിന്നെ അതിൻ്റെ ഷോർട്സ് ഞാൻ ഇടലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്സ് റെഡിയാക്കി എഡിറ്റ് ചെയ്തിട്ടു. അതിനുശേഷം ഞാൻ വീണ്ടും പഠിക്കാനിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാനിങ്ങനെ ആലോചിച്ചു എനിക്കൊന്ന് പ്ലാൻ ചെയ്യണം. ഞാനൊരു പ്ലാനിങ്ങും ഇല്ലാണ്ടായിരുന്നു പഠിക്കുക. എന്ന് വെച്ചാൽ ഒരു ടു ഡു ലിസ്റ്റ് പോലൊന്നും തയ്യാറാക്കില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ നിൽക്കില്ല. പിന്നെ നമുക്കൊരു കണ്ടിന്യൂസ് ടൈമൊന്നും കിട്ടുമല്ലോ കുട്ടികളുള്ളപ്പോൾ. പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല പഠിക്കുന്നത്. എന്താണ് എന്തോരം പഠിച്ചു എന്നൊക്കെ ഒരു ഐഡിയ ഇല്ല. എത്ര പേജ് പഠിച്ചു എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നു മുതലൊരു സ്റ്റഡി പ്ലാൻ അല്ല, ജസ്റ്റ് പഠിക്കുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ കിട്ടുമല്ലോ. നമ്മൾ ഇത്രയധികം കവർ ചെയ്തു, ഇത്രയധികം ടോപ്പിക്കുകൾ പഠിച്ചു, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഈ PYQൻ്റെ ബുക്കാണ് പഠിക്കുന്നതല്ലോ. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് മൊത്തം, അതായത് ഒരു ടോപ്പിക് വൈസ് പഠിക്കുന്ന പോലെ ഒരു ഫുൾ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അത് ഏത് ടോപ്പിക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്ര ടോപ്പിക്കുകൾ ഡെയിലി കവർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കുമല്ലോ. ഇത്രത്തോളം ഞാൻ പഠിച്ചു. അപ്പോൾ അത് പിറ്റേ ദിവസം ഏതൊക്കെ ടോപ്പിക്കാണെന്ന് നോക്കി നമുക്ക് റിവൈസ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കുള്ളൂ. ഞാൻ ഒരുപാട് സോഴ്സൊന്നും പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല. ഞാൻ ഡിഗ്രി പ്രിലിംസിന് മുന്നേ പക്ക പഠിച്ച് റിവൈസ് ചെയ്യണമെന്ന് വിചാരിച്ചത് PYQൻ്റെ ഈ ബുക്കാണ്. ഒരുപാട് സോഴ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, റിവൈസ് ചെയ്യാൻ പറ്റില്ല, ആകെ കൂടെ ടെൻഷൻ, എല്ലാവരും ഡെയിലി പഠിച്ചെത്തില്ല. അപ്പോൾ ഒന്നും ആവാത്തൊരവസ്ഥയും ഒന്നും കിട്ടിയില്ല എക്സാമിന്. എനിക്ക് എൻ്റെ ഒരു അനുഭവം കൊണ്ട് അങ്ങനെയൊക്കെ പഠിച്ചു പോയിട്ട് മര്യാദയ്ക്ക് റിവൈസ് ചെയ്യാനും പറ്റാതെ ഫുൾ കൺഫ്യൂഷനും നെഗറ്റീവും ഒക്കെ ആയിട്ട് ഫുൾ എക്സാം തന്നെ പോയി കിട്ടും കയ്യിൽ നിന്ന്. അപ്പോൾ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, ഏത് സോഴ്സാണോ ഉപയോഗിക്കുന്നത് അത് പക്കാ പഠിച്ച് റിവൈസ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടണം എന്നുള്ളത്. അപ്പം ഞാൻ അതിനു വേണ്ടി ഈ PYQ ബുക്ക് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതാവുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്യാനും അത് റിവൈസ് ചെയ്യാനും ആ ഒരൊറ്റ സോഴ്സിൽ നിന്ന് തന്നെ പറ്റും. അതിൽ തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത് വേറെ തിരഞ്ഞു പോകേണ്ട കാര്യമില്ല. പിന്നെ കറണ്ട് അഫെയർസാണ് നോക്കേണ്ടത്. അത് ഞാനിപ്പോൾ PDF ടോക്സിൽ നിന്ന് അതിൽ നിന്ന് PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫെയർസ് മാത്രം നോക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായി. അപ്പോൾ ടെലഗ്രാമിൽ നിന്ന് PDF ടോക്സ് എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്നാണ് ഞാൻ അതിൻ്റെ PDF നോട്ട് എഴുതിയെടുക്കാറുള്ളത്. അത് എഴുതിയെടുക്കും, പഠിക്കും, റിവൈസ് ചെയ്യും. അപ്പോൾ ആ രണ്ടെണ്ണം. പിന്നെ ഒരു ഫാൽക്കൺ PSC എന്ന് പറഞ്ഞ ഒരു സാറിൻ്റെ ചാനലുണ്ട്, യൂട്യൂബ് ക്ലാസ്. അത് ഒട്ടുമിക്ക പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നാറുള്ള ഒരു ക്ലാസ്സാണ്. മിക്ക എക്സാമിന് ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകളൊക്കെ എഴുതാൻ പോകുമ്പോഴും ഞാൻ അത് മാത്രം ഒരു ദിവസം 2 ദിവസമൊക്കെ കേട്ടിട്ട് എനിക്ക് കുറേയധികം ആൻസർ ചെയ്യാൻ പറ്റി, കൺഫ്യൂഷനൊന്നും ഇല്ലാണ്ട്. അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ അതെനിക്ക് ഒട്ടും ഒഴിവാക്കാൻ തോന്നാത്തൊരു ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 3 സോഴ്സസാണ് ഞാൻ പഠിക്കാനായിട്ട് എടുക്കുന്നത്. ഈ റാങ്ക് ഫയൽ, പിന്നെ ഫാൽക്കൺ PSCൻ്റെ ക്ലാസ്. അവരുടെ പുതിയൊരു ചാനലുണ്ട്, ടെക്സ്റ്റ് ബുക്ക് PSC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ആപ്പും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പെയ്ഡ് കോഴ്സൊന്നും എടുത്തിട്ടില്ല. ഇതിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ അല്ലാതെ ഫ്രീ ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളും പിന്നെ ഈ PSC ബുള്ളറ്റിൻ കറണ്ട് അഫെയർസിന് വേണ്ടിയിട്ട് PSC ബുള്ളറ്റിനും. അപ്പോൾ ഈ 3 സോഴ്സുകൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് എല്ലാം എത്താണ്ടാവുമ്പോൾ ഒരു കാര്യമില്ലാണ്ടായി പോകും. വെറുതെ അതിൻ്റെ പിന്നാലെ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഗുണവും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പഠനം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഡിഗ്രി പ്രിലിംസിന് മുന്നേ ഇത്രയും കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൻസിനും ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. പ്രിലിംസ് മാത്രം എഴുതാമെന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമല്ല, മെയിൻസിനും കൂടെ യൂസ്ഫുള്ളായ രീതിയിലാണ് നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട് മെയിൻസിന്.
സൺഡേ ഞാൻ സാധാരണ റിവിഷൻ മാത്രമാണ് ചെയ്യലുള്ളത്. പക്ഷേ ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഇടയിൽ കുറച്ച് ദിവസങ്ങളൊക്കെ ഓരോരോ പരിപാടികളും പിന്നെ കുറച്ച് ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പെൻഡിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സിൻ്റെയിൽ പിന്നെ അതുപോലെ സാറിൻ്റെ ക്ലാസ്സുകൾ മറ്റേ PYQൻ്റെ ബുക്ക് ഞാൻ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ഞാൻ എൻ്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. കാരണം അല്ലെങ്കിൽ അത് കഴിയില്ല. ഈ മന്ത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് നെക്സ്റ്റ് മന്ത് റിവൈസ് ചെയ്താലേ എനിക്ക് അതുകൊണ്ടുള്ള ഒരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇന്ന് എനിക്ക് പെൻഡിങ്ങൊക്കെ ഒന്ന് തീർക്കണം, കൂടെ റിവൈസും ചെയ്യണം. അപ്പോൾ മടുപ്പ് തോന്നുമ്പോൾ ഞാൻ എന്തെങ്കിലും പണികൾ ചെയ്യാനായിട്ട് നിൽക്കും, എന്തെങ്കിലും ക്ലീനിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മൈൻഡൊക്കെ ഒന്ന് മാറി വീണ്ടും പഠിക്കാനുള്ളൊരു സ്പിരിറ്റ് കിട്ടുമല്ലോ. അപ്പോൾ വീണ്ടും വന്നിരുന്ന് പഠിക്കും. അപ്പോൾ നമുക്ക് പഠിക്കാൻ അത്രയും ഇൻട്രസ്റ്റിൽ ഇരിക്കുന്ന ടൈം മാത്രമേ നമ്മൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഫുൾ ടൈം അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നിയില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം, സെൽഫ് മോട്ടിവേഷൻ കൊടുത്ത് ഉണ്ടാക്കിയെടുക്കണം. വേറെ എന്തൊക്കെ മോട്ടിവേഷൻ കണ്ടാലും അതൊരു 5 മിനിറ്റേ ഉണ്ടാവുള്ളൂ. നമ്മൾ സെൽഫായിട്ട് തന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാലേ അത് ലാസ്റ്റ് ചെയ്യുള്ളൂ ആ പഠനം. പിന്നെ ഡെയിലി പഠിക്കുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻ്റായിട്ട് ഡെയിലി ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റനെങ്കിലും പഠിച്ചിട്ടേ കിടക്കാവൂ എന്ന് തീരുമാനിച്ചിട്ട് വേണം പഠനം തുടങ്ങാനായിട്ട്. അല്ലാതെ ഒന്നും പഠിക്കാതെ കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ദിവസം നമുക്ക് മൊത്തമായിട്ട് പോവുകയാണ്. ഒരു ദിവസത്തിൽ നമ്മൾ ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം എന്നുള്ളത് നമ്മൾ നിർബന്ധമാക്കിയിരിക്കണം. എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും ഫങ്ഷനുകളുണ്ടെങ്കിലും ഒരു ഒട്ടും സമയമില്ലെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. അതിനധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ എത്രയൊക്കെ പോസിറ്റീവായി ഇരിക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഫുൾ നെഗറ്റീവ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളുടെയും മൈൻഡിൽ വരുന്നൊരു കാര്യമാണ്. നമുക്ക് ഈ എക്സാം ഒരുപാട് പേര് എഴുതുന്നുണ്ട്, അപ്പോൾ നമുക്ക് കിട്ടുമോ, ഇത്രയും പഠിച്ചിട്ട് അതെല്ലാം ഓർമ്മയുണ്ടാവുമോ, അങ്ങനെ എല്ലാത്തിലും സംശയമായിരിക്കുള്ളൂ. ഇതിപ്പോൾ വെറുതെയാണ് ഇങ്ങനെ പഠിച്ചു പോകുന്നത്, എന്തോരം ആളുകൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്, നമ്മൾ പഠിക്കുന്നത് അതിന് മതിയാവോ, ഇത് പഠിക്കുന്ന സോഴ്സ് നല്ലതായിരിക്കുമോ, അങ്ങനെ ഫുൾ ഇത് വേണ്ടത്ര സിലബസ് കവർ ചെയ്ത് പോകുന്നുണ്ടോ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എന്താ പറയുക, ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു കൂമ്പാരമായിരിക്കുള്ളൂ. നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടി സമയം കളയുമ്പോൾ നമ്മൾക്ക് പഠിക്കേണ്ട പോർഷൻസ് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ളവർ അത് കവർ ചെയ്ത് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്കിലായിക്കൊണ്ടിരിക്കുകയാണ്. അത് ആലോചിച്ചാൽ മാത്രം മതി സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കാനായിട്ട്.